ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ ഇന്നത്തെ റെസിപ്പി മുട്ട റോസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റായി നമുക്കൊരു മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു ചട്ടി വെച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടി ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. മസാലകൾ ചേർത്ത് കൊടുക്കാൻ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് മസാലകളായിട്ട് ചേർത്ത് കൊടുത്തത്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു അല്പം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒരല്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോളൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മുട്ട ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിലും ഒന്ന് പിടിച്ചൊന്ന് വരണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്യാം. മുട്ട ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ മുട്ട റോസ്റ്റിന് കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.